ഞാൻ എപ്പോഴും പറഞ്ഞല്ലോ, ദൈവത്തെ ഒന്ന് സ്തുതിക്കുകയും ദൈവവചനത്തിന്റെ മുമ്പിൽ നിന്ന് പ്രതികരിക്കുകയും ചെയ്യുന്നവരെ നമുക്കറിയാം അവർക്ക് ആരോടാ കൂറുന്നത്. ഈ ക്രിക്കറ്റ് കാണുന്ന പിള്ളേരെ അവിടെ ഇളക്കും, ഫുട്ബോൾ കളി കാണുന്നവരുടെ ഇളക്കും. ദൈവത്തെ ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. ഇന്ന് വലിയ ആവേശമൊന്നുമില്ല. ആദിമ സഭകളിൽ ആരാധന കഴിയുമ്പോൾ പലരെയും തൊണ്ടകൾ ഇടറുമായിരുന്നു. ദൈവത്തെ മഹത്വപ്പെടുത്തിക്കാട്ട്. ഇന്ന് ഞാൻ പ്രസംഗിക്കുന്നത് ഇരുട്ടിന്റെ അധികാരങ്ങളിൽ നിന്ന് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, ഹല്ലേലൂയ. നാശകരമായ കുഴിയിലും കുഴഞ്ഞ ചേറ്റിൽ കിടന്ന നിന്നെ ഉയർത്തിയ സ്നേഹം പറയുമ്പോൾ നീ അടുത്ത് നിൽക്കുന്ന വ്യക്തിയെ ശ്രദ്ധിക്കരുത്, വിശ്വാസത്തോടെ ഏറ്റെടുത്തോണം. കാരണം ഇത് വിടുവിക്കുന്ന വചനമാണ്, ഇത് സൗഖ്യമാക്കുന്ന വചനമാണ്, ഇത് അവസ്ഥകളെ മാറ്റുന്ന വചനമാണ്, ഇത് മാനിക്കുന്ന വചനമാണ്, ഇത് തല ഉയർത്തുന്ന വചനമാണ്. വേണമെങ്കിൽ ഇങ്ങനെ പറയാം, ശത്രുക്കളുടെ മുമ്പാകെ മേശ ഒരുക്കുന്ന വചനമാണ്. ഞാൻ 10 ശുശ്രൂഷ ഒരു ദിവസം ചെയ്ത എന്റെ തൊണ്ട അടയ്ക്കത്തില്ല. കാരണം ഞാൻ എന്റെ ശബ്ദം കൊണ്ടല്ല ശുശ്രൂഷിക്കുന്നത്. ദൈവത്തെ ശ്രദ്ധിച്ചാട്ട്. 10 മീറ്റിംഗ് ഒരു ദിവസം ചെയ്ത എന്റെ തൊണ്ട അടയ്ക്കത്തില്ല. കാരണം ഞാൻ എന്റെ ശബ്ദത്തിലല്ല ഇത് ചെയ്യുന്നേ. കരങ്ങൾ ഉയർത്തി കർത്താവിന് നന്ദി പറഞ്ഞാട്ട് അവന്റെ അഭിഷേകം മുഖങ്ങളെ ഇന്ന് രാത്രിയിൽ പൊട്ടിക്കുക. മാവേലിക്കര ദേശമേ, ഇറവുങ്കര, ഈ സ്ഥലം ഇറവുങ്കരയാണെങ്കിൽ ഇന്ന് ഞാൻ വിളിച്ചു പറയുന്നു, യേശു വാഴുന്നു. ഏറ്റെടുത്താട്ടെ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ നന്ദിയോട് സ്തുതിക്കുന്നു. വചനത്തിന്റെ വാതിലുകളെ തുറന്നു തരുന്ന പരിശുദ്ധാത്മാവിനെ നന്ദി പറയുന്നു. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം അതിന്റെ 24 നിങ്ങൾ അവനെ ഏൽപ്പിച്ചു കൊടുത്തു. ദൈവത്തെ സ്തുതിച്ച് മാളിക മുറിയിൽ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ശേഷം ദൈവത്തെ സ്തുതിച്ചാട്ട് പത്രോസ് പ്രസംഗിക്കുകയാണ്. നിങ്ങൾ അവനെ, രക്ഷാനായകനായവനെ, നീതിമാനായവനെ നിങ്ങൾ അധർമ്മികളുടെ കയ്യിൽ ഏൽപ്പിച്ചു. ദൈവത്തെ സ്തുതിച്ചു. ദൈവത്തിന്റെ നിർണയപ്രകാരം. എന്നാൽ 3-ാം നാൾ ദൈവം അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയാം, നീ സേവിക്കുന്ന നിന്റെ കർത്താവ് കല്ലറയ്ക്കകത്താണെങ്കിൽ നിങ്ങൾ മൗനമായിരുന്നോണം. പക്ഷെ അവൻ ഉയർത്തെഴുന്നേറ്റെങ്കിൽ ദൈവത്തെ സ്തുതിച്ചാട്ട്. ഓ ഹല്ലേലൂയ. പീലാത്തോസിന്റെ എംപയർ മുദ്രയെ പൊട്ടിച്ച് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ അവന്റെ ശബ്ദം. ഞങ്ങളൊരു സഭയിലെ ഒരു സഹോദരനെ ഇസ്രായേലിൽ പോയി വന്നിട്ട് അവിടുത്തെ കല്ലറയുടെ കാര്യമൊക്കെ പറഞ്ഞു. ഒഴിഞ്ഞ കല്ലറ കണ്ടു. ഞാൻ അവിടുന്ന് ചില കല്ലുകളൊക്കെ പറക്കൊണ്ട് വന്നു. അപ്പൊ പ്രായമുള്ളൊരു അച്ഛന് ഇത് കഴിഞ്ഞാൽ യൗവനക്കാരനോട് ചോദിച്ചു, എടേ ഇതൊക്കെ സത്യമാണോ? വചനം പറയുന്ന ആളോ അന്യഭാഷ പറയുന്ന ആളാ കൈയടിക്കുന്നത്. ഞാൻ നിങ്ങളോട് പറയട്ടെ, കല്ലറ അടഞ്ഞോ തുറന്നു കിടന്നു എന്നുള്ള വിഷയമല്ല നമുക്ക്. ഇപ്പോഴത്തെ യുദ്ധം എന്ത് പ്രതിസന്ധി വന്നാലും അവരെ കാണാതിരിക്കാം. പക്ഷെ ദൈവവചനം നമുക്ക് തരുന്ന ഉറപ്പാണ്, ജീവനുള്ളവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കേണ്ട. ദൈവത്തെ സ്തുതിച്ചാട്ട്. അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അന്തിമകാലങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിച്ചോണം, വരുന്ന ദുരുപദേശങ്ങൾ അവിടെ അത് കണ്ടു ഇവിടെ കണ്ടു പല കാര്യങ്ങൾ പറയുമ്പോൾ ദൈവവചനത്തിലുള്ള ആഴമേറിയ ഉറപ്പ് നിനക്ക് വേണം. ഇവിടെ എഴുതിയിരിക്കുന്നു, പീലാത്തോസ് ഹല്ലേലൂയ ഗവർണറായിരുന്നപ്പോൾ അധികാരത്തോടെ കൽപ്പിച്ചവനെ ക്രൂശിക്കാൻ അവനെ ക്രൂശിച്ചു, അവൻ മരിച്ചു. പക്ഷെ ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയുന്നു, അവൻ ഉയർത്തെഴുന്നേറ്റു. ദൈവത്തെ സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ. അവിടെ ദൂതൻ പറയുക, ഇന്ന് നിങ്ങൾ ഇസ്രായേലിൽ ചെന്നാല് യേശുവിനെ തിരക്കിയാല് അവന്റെ കല്ലറയ്ക്ക് ചെല്ലുമ്പോൾ അവിടെ നിങ്ങൾ കാൽമാവിൽ കാണാൻ ഒരു ദൂതനുണ്ട്. ദൂതൻ പറയും, ജീവനുള്ളവനെ മരിച്ചവരിൽ അന്വേഷിക്കണ്ട. ആ തുറന്ന കല്ലറയാണ് എന്റെ നീതി. അവൻ എന്നെ നീതീകരിച്ചു. ഇന്ന് രാത്രിയിൽ എനിക്ക് വിളിച്ചു പറയാൻ, ഞാൻ അധമ പാപിയായിരുന്നു. ദൈവത്തെ സ്തുതിച്ച് പൗലോസ് പറഞ്ഞു, ഞാൻ മുൻപേ ദൂഷകനും ഉപദ്രവിയും നിഷ്ഠുരനുമായിരുന്നു, അവന്റെ കരുണയാൽ എനിക്ക് കൃപ ലഭിച്ചു. എത്ര പേർക്ക് പറയാൻ കഴിയും, ദൈവത്തിന്റെ മുമ്പിൽ നമ്മുടെ നന്മ പ്രവൃത്തികൾ മുഴുവൻ കരപുരണ്ട തുണിയാണ്. ദൈവത്തെ സ്തുതിച്ചാട്ട്. പക്ഷെ അവന്റെ രക്തത്താൽ എന്നെ നീതീകരിച്ചു. എന്താണ് നീതീകരണം? ദൈവത്തെ സ്തുതിച്ചാട്ട്. ഇന്ന് രാത്രി നിങ്ങൾ ശ്രദ്ധിച്ചോണം. നമുക്കറിയാം, പലർക്കും ദൈവങ്ങളുടെ ചെല്ലാൻ ഭയമാണ്. ഓ തൊഴുകയോട്, ഭയപ്പാടോട്. ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയാം, അവന്റെ യോഗ്യത നിനക്ക് തന്നാല്, പുതിയ നിയമത്തിൽ ഞാൻ പറയാം, ലോകത്തിന് അവൻ ദൈവമായിരിക്കുമ്പോൾ അവന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾക്ക് അവൻ ദൈവം മാത്രമല്ല, അവൻ പിതാവാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. റോമർ നോക്കി,
ശ്രദ്ധിച്ചാട്ടെ, കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ച്. റോമർ 8:15 പറയുന്ന ഇങ്ങനാണ്: പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല, അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെയാ. ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയാം, ലോകത്തിന് അവൻ ദൈവമാണ്. ദൈവം എന്ന് പറയുമ്പോൾ ദൂരെ നിൽക്കുന്ന പ്രകാശം നിൽക്കുന്ന ദൈവം മറ്റൊരു മാറി നിൽക്കുന്നു. എന്നാൽ ഇന്ന് രാത്രിയിൽ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ ലഭിച്ചവർ മാത്രം ദൈവത്തെ സ്തുതിച്ചോട്ടെ. കർത്താവിനെ മഹത്വപ്പെടുത്തിക്കും. എനിക്ക് കുഞ്ഞുങ്ങളുണ്ട്, എൻ്റെ മോൻ വന്നിട്ടുണ്ട്, മോള് ഉണ്ടായിരുന്നു, വന്നില്ല പ്രമാണം. പക്ഷെ ഇന്ന് വരെ എൻ്റെ കുഞ്ഞുങ്ങൾ എന്തെങ്കിലും കാര്യത്തിന് എന്തെങ്കിലും എൻ്റെ വീട്ടിലെ നന്മകളോ അനുഗ്രഹങ്ങളോ അനുഭവിപ്പാൻ എന്നോട് അനുവാദം ചോദിക്കേണ്ട കാര്യമില്ല. ദൈവത്തെ സ്തുതിച്ചേ. ഒരു മക്കളാ. കരങ്ങൾ കൊടുത്ത് ദൈവത്തെ സ്തുതിച്ചാട്ടെ. എങ്ങനെയും മക്കളില്ല പദവി ലഭിക്കുന്നത് കേൾക്കണമേ. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവമക്കളാകാൻ അധികാരം. യേശു ഈ ഭൂമിയിലുള്ള സകല മാനവ ജാതിക്കും വേണ്ടി ക്രൂശിൽ യാഗമായി. ദൈവത്തെ സ്തുതിച്ച്. പക്ഷെ ഒരാൾ വിശ്വാസത്തോടെ ഏറ്റെടുക്കുമ്പോൾ, സത്യസുവിശേഷം കേൾക്കുമ്പോൾ, പത്രോസ് സുവിശേഷം പറയുമ്പോൾ അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ടുകൊണ്ട്, സഹോദരന്മാരെ പുരുഷന്മാരെ, രക്ഷ പ്രാപിപ്പാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്കറിയാം, അവരുടെ രക്ഷാനായകനെ ക്രൂശിൽ തൂക്കിയിട്ട് അധിക നാളായില്ല. വേണേ പറയാം 10-9 ദിവസമായുള്ളൂ. ദൈവത്തെ സ്തുതിച്ചാണ്. കരമേശ ദൈവത്തെ സ്തുതിച്ച്. മാളിക മുറിയിൽ നിന്ന് പ്രാപിച്ച ദൈവശക്തിയാൽ രാമൻ പറഞ്ഞു അവരിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ പ്രത്യേകിച്ച് വചനം പറയുന്നു, മരത്തിൽ തൂങ്ങുന്നവൻ ആരാ? ശപിക്കപ്പെട്ടവൻ. അവരുടെ ഇടയിൽ തൂങ്ങി മരണമെന്ന് പറഞ്ഞ ശാപമാണ്. ക്രൂശിൽ അവൻ തൂങ്ങി മരിച്ചു. അവന്റെ സുവിശേഷം ആരും കേൾക്കത്തില്ല. ദൈവത്തെ സ്തുതിച്ച്. പക്ഷെ പരിശുദ്ധാത്മാവിന്റെ നിറവോടെ പത്രോസ് സുവിശേഷം പറയുമ്പോൾ ഏതാണ്ട് 3000 പേര് സ്നാനപ്പെടാൻ റെഡിയാകുകയാണ്. 3000 പേര് ഹൃദയത്തിൽ കുത്തുകൊള്ളുകയാണ്. ഞങ്ങളുടെ ശബ്ദപരിധിയിൽ ഇന്ന് ഈ സുവിശേഷം വിളിച്ചു പറയുമ്പോൾ ഇതൊരു മതപ്രഭാഷണമല്ല. ഞങ്ങൾക്ക് ഉയർത്താൻ ഒരാളെ മാത്രമേ ഉള്ളൂ. ആമേൻ. യേശു പറഞ്ഞു, മരുഭൂമിയിൽ മോശ പിത്തള സർപ്പത്തെ ഉയർത്തിയപ്പോൾ. ദൈവത്തെ സ്തുതിച്ച്. ഞാൻ എപ്പോഴും പറയും, ഈ മരുഭൂമിയിൽ ഇവരുടെ അനുസരണക്കേട് നിമിത്തം ഇവരെ വിഷസർപ്പങ്ങൾ കടിക്കുമ്പോഴേ ഇവര് മരിച്ചു വീഴുക. മോശ ഇടിവിൽ നിന്ന് ദൈവത്തോട് കരഞ്ഞു. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ദൈവമേ, അന്ന് അതേ ശുശ്രൂഷ യേശു കർത്താവ് ചെയ്യുന്നത്. ദൈവമേ, ഇവരുടെ കരുണ തോന്നണമേ. കർത്താവെ, നീ ഈ വാഗ്ദത്ത ദേശത്തേക്ക് കൊണ്ടുവന്നിട്ട് ഈ ജനം മരുഭൂമിയിൽ പെട്ടുപോകുന്നു. ഞാനൊരു ദൂത് തരട്ടെ, ഒരു ആമീൻ ഉറക്കെ പറഞ്ഞാട്ടെ. ദൈവം എപ്പോഴും ഞാൻ നിന്നോട് പറയാം, നിന്റെ ചില പ്രശ്നങ്ങളെ ദൈവം ഉടനെ മാറ്റുകയല്ല, ദൈവത്തിന്റെ മുമ്പിൽ പരിഹാരമുണ്ട്. ഓ നേടെടുത്താട്ടെ. ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, ഇവിടെ നോക്കിയേ. ഇത് ഞാൻ സഭയിലെ ശുശ്രൂഷ, ഞാൻ 3 സെഷനാണ് ശുശ്രൂഷ കേട്ടോ, 3 ആരാധനയാണ്. അപ്പൊ ഇന്ന് 2 ആയി. കാരണം നേരത്തെ അവർക്ക് പോയിട്ട് വരണമല്ലോ. ഞാൻ അതിനകത്ത് പറഞ്ഞു 3 ദൂത് തരുമെന്ന് പറഞ്ഞായിരുന്നോ? അതിൽ 1ാമത്തെ ദൂത് ഏറ്റെടുത്തു. നിന്റെ പ്രശ്നം ചിലപ്പോ ദൈവം മാറ്റത്തില്ലായിരിക്കാം, പക്ഷെ പരിശുദ്ധാത്മ പറയുന്നു പരിഹാരം തൊട്ടരിയിലുണ്ട്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ വിളിച്ചു പറയുന്നു, പരിഹാരം തൊട്ടരികിലുണ്ട്. വേണമെങ്കിൽ ഇങ്ങനെ വിളിച്ചു പറയാൻ നോക്കിയ ഇവര് കടി കൊണ്ടപ്പോൾ, ശ്രദ്ധിച്ച് അല്പസമയം ദൈവം, ഇവര് കടി കൊണ്ടപ്പോൾ അച്ഛന്മാരൊക്കെ പറഞ്ഞു, ചിലർ പറഞ്ഞു, ഓ ഇനി കടിച്ചത് പോലും. അപ്പോൾ തന്നെ ദൈവം പറഞ്ഞു, നീ ഒരു പിത്തള സർപ്പത്തെ ഉണ്ടാക്കി വെക്കാൻ പറഞ്ഞു. അത് ക്രൂശിന്റെ നിഴലായിരുന്നു. രാമൻ പറഞ്ഞു, നീ അങ്ങോട്ട് നോക്കിയാൽ, ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ആ പിത്തള സർപ്പത്തെ നോക്കുന്നവൻ സൗഖ്യമാകും. അപ്പൊ പലരും പറഞ്ഞു, അതാ മുമ്പേ പറഞ്ഞു വരുന്നത്, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവര് പകരും പറഞ്ഞു, ഇനി കടിച്ചത് പോരാ, ഇനി മുകളിലോട്ട് നോക്കണോ. അവരെല്ലാം മരുഭൂമിയിൽ പട്ടുപോയി, മരിച്ചുപോയി. എന്നാൽ ഈ കടി കൊണ്ട ചിലര് വിശ്വാസത്തോടെ മുകളിലേക്ക് നോക്കിയപ്പോൾ അവർ സൗഖ്യമായി. ഓ